ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ഞാനിലേക്ക് സ്വാഗതം. ധീരൻ എന്ന് പറഞ്ഞ പടം 15 ഓഡിയന്റെ ഭാഗമായിട്ട് ഒരു പോസ്റ്റർ ഉണ്ട്, ഞാൻ സ്ക്രീനിൽ എടുക്കാം. പിന്നെ സൺ ഓഫ് സർദാർ 2 എന്ന് പറഞ്ഞിടത്തിന്റെ ആൽബം പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ബൺ ബട്ടർ ജാം എന്ന് പറഞ്ഞിടത്തെ വാനവില്ല എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ ബ്ലാക്ക് മെയിൽ എന്ന് പറഞ്ഞിടത്തിന്റെ ട്രെയിലർ ഇന്ന് ധനുഷ് പുറത്തിറക്കുന്നത് അറിയിച്ചിട്ടുണ്ട് 4 മണിക്ക്. പിന്നെ ഇത് വെർഡിക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സൺ നെക്സ്റ്റിലൂടെയും ആമസോൺ പ്രൈം വീഡിയോയിലൂടെയും ഇപ്പോൾ സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. പിന്നെ അത്താട് എന്ന് പറഞ്ഞിട്ടുള്ള പടം 4K റീ റിലീസ് ആകാൻ പോകുന്നുണ്ട് ഓഗസ്റ്റ് 9. അപ്പോൾ അതിന്റെ OST പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ സുമതി വളവ് എന്ന് പറഞ്ഞിടത്തെ പാണ്ടിപ്പറ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സോങ് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ മാരിസ എന്ന് പറഞ്ഞിടത്തിന് തമിഴ്നാട്ടിലത്തെ തിയേറ്ററിക്കൽ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ദിയ മൂവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർ ആണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ജയസ്ക എന്ന് പറഞ്ഞിടത്തിന്റെ തെലുങ്ക് ആൽബം പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ 4 നമ്മതേ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലത്തെ ട്രെയിലർ പുറത്തിറങ്ങി. പിന്നെ സൂപ്പർമാൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം കേരളത്തിൽ നിന്ന് 3.32 കോടി നേടിയിട്ടുള്ള അറിഞ്ഞിട്ടുണ്ട് 7 ദിവസം കൊണ്ട്. പിന്നെ ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പടം പുറത്തിറങ്ങിയിരുന്നു. അത് 14 ദിവസം കൊണ്ട് 5.15 കോടിയാണ് നേടിയിട്ടുള്ളതെന്ന് അറിഞ്ഞു. പിന്നെ F1 എന്ന് പറഞ്ഞിട്ടുള്ള പടം പുറത്തിറങ്ങിയിരുന്നു. അത് 21 ദിവസം കൊണ്ട് 6.88 കോടിയാണ് നേടിയിട്ടുള്ളതെന്ന് അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതിനൊക്കെ നല്ല കളക്ഷൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. മലയാളത്തിൽ നിന്ന് പടങ്ങളൊന്നും അത്ര കണ്ട് സെറ്റ് ആയിട്ടില്ല, അതുകൊണ്ട് ഇതിനൊക്കെ അത്യാവശ്യം കളക്ഷൻ ഉണ്ട്. പിന്നെ ബൈസൺ കാലമാടൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം മാരി സെൽവരാജ് എടുക്കുന്ന പടമാണ്. ധ്രുവ് വിക്രമനാണ് പടത്തിന് മെയിൻ കഥാപാത്രം എത്തുന്നത്. എന്തായാലും ഈ പടത്തിന്റെ റിലീസ് ദിവാലിക്കാന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ദിവാലിക്ക് എന്ന് പറയുമ്പോൾ ഒക്ടോബർ 17 വരെ എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിന്റെ തമിഴ്നാട് തിയേറ്ററിക്കൽ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് 5 സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർ ആണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ലോക ചാപ്റ്റർ 1 എന്ന് പറഞ്ഞിട്ടുള്ള പടം ഈ ഓണത്തിന് പുറത്തിറങ്ങുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓണത്തിന് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. എന്താണെന്നുള്ള അറിയത്തില്ല, വർക്കുകളൊന്നും കഴിയാത്തോണ്ടായിരിക്കും മിക്കവാറും. എന്തായാലും ഈ വർഷം തന്നെ ഉണ്ടായിരിക്കും റിലീസ്. പിന്നെ പരാശക്തി എന്ന് പറഞ്ഞിട്ടുള്ള സുധാകര ശിവകാർത്തികനെ വെച്ചിട്ട് എടുക്കുന്ന പടം, ആ പടത്തിന്റെ റിലീസ് ജനുവരി 14 എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്നുവെച്ചാൽ പൊങ്കൽ ആ ടൈമിൽ. പിന്നെ AK-65 അജിത് കുമാറിന്റെ 65ാമത്തെ പടം എടുക്കാൻ പോകുന്നത് കാർത്തിക് സുബ്രാജ് ആയിരിക്കും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും മ്യൂസിക് ചെയ്യാൻ പോകുന്ന അനിരുദ്ധ എന്നുള്ളതും കേൾക്കുന്നുണ്ട്. അത് വരുമെന്നുള്ള അറിയത്തില്ല, ചിലപ്പോൾ സന്തോഷ് നാരായണാവാനും ചാൻസസ് ഒക്കെ ഉണ്ട്. എന്തായാലും കണ്ടറിയാറ് വരിക എന്നുള്ളതൊക്കെ. പിന്നെ ബബ്ബ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിൽ മോഹൻലാലൊക്കെ ഉണ്ട്. എന്തായാലും മോഹൻലാലിന് ഈ പടത്തിൽ ഫൈറ്റ് സീനും അതേമാതിരി ഒരു ഡാൻസും ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. എന്തായാലും ഈ പാട്ട് പാടാൻ പോകുന്നത് വിനീത് ശ്രീനിവാസനായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. ഷാൻ റഹ്മാനാണ് മ്യൂസിക് ചെയ്യുന്നത്. വിനായക് ശശികുമാർ ആയിരിക്കും ലിറിക്സ് ചെയ്യാന്നുള്ളതും കേൾക്കുന്നുണ്ട്. എന്തായാലും വരട്ടെ, ഗംഭീരമാവട്ടെ. പിന്നെ രാമായണം എന്ന് പറഞ്ഞിടത്തിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ ഷൂട്ട് റാപ്പ് ആയിട്ടുള്ള രീതിയിൽ അറിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കാണ്, അത് കുറെ ടൈം എടുക്കും എന്നുള്ളതാണ് കേൾക്കാൻ സാധിച്ചത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. പിന്നെ ജയിലർ 2 എന്ന് പറഞ്ഞിടത്തിന് 40% ഷൂട്ട് കംപ്ലീറ്റ് ആയെന്നുള്ളത് കേൾക്കുന്നുണ്ട്. എന്തായാലും ഈ പടം കൂലി എന്ന് പറഞ്ഞിടത്തിന് അടുത്തായിട്ട് രജനീകാന്തിന് വരാൻ പോണ പടമാണ്. എന്തായാലും ഇതിൽ കുറെ മലയാള താരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പടത്തിൽ വരാൻ പോണ മലയാള താരങ്ങളുടെ ഫോട്ടോ സ്ക്രീനിൽ എടുക്കാം. ഇതിൽ സുരാജ് വെഞ്ഞാറമൂടിന്റെ മെയിൻ കഥാപാത്രം എന്നുള്ളതാണ് കേൾക്കാൻ സാധിച്ചത്. പിന്നെ ബാഹുബലി ദ എപ്പിക് എന്ന് പറഞ്ഞിട്ടുള്ള പടം 3 മണിക്കൂർ 50 മിനിറ്റാണ് ദൈർഘ്യം എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അതിൽ കുറെ സീൻസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്, അതുമാതിരി ചില അഡീഷണൽ സീൻസ് ആഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കേൾക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അടുത്ത് വാട്ട് ഇഫ് കട്ടപ്പ ഡിഡ് നോട്ട് കിൽ ബാഹുബലി എന്നുള്ള രീതിയിലൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. അപ്പോൾ അതിൽ കുറേ തിയറീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ എന്തോ ഒരു അപ്ഡേഷൻ ടീമിന്റെ ഭാഗത്ത് നിന്ന് കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും നോക്കി നോക്കാം. പിന്നെ കൂലി എന്ന് പറഞ്ഞിട്ടുള്ള രജനീകാന്തിന്റെ പടത്തിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 മണിക്കൂറിന് മോളിക്കാന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. എന്തായാലും ഈ പടത്തിന്റെ 3rd സിംഗിൾ വരാൻ പോവാണ്. അത് ജൂലൈ 22 9 വരിക. ക്വാക്കറീന എന്ന് പറഞ്ഞിട്ടുള്ള ഹൈദരാബാദിൽ വെച്ചിട്ട് ആയിരിക്കും ലോഞ്ച് നടക്കുക. ഇതിന് പേരിട്ടിട്ടുള്ള പവർ ഹൗസ് സോങ് ലോഞ്ച് ഇവന്റ് എന്നുള്ള രീതിയിലാണ്. പിന്നെ പടത്തിന്റെ കേരളത്തിലത്തെ ഫസ്റ്റ് ഷോ 6 മണിക്കായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത് രാവിലെ. അത് കുറച്ചുകൂടി നേരത്തെ വരേണ്ടതാണ് ശരിക്കും, എന്താണെന്നുള്ള അറിയത്തില്ല. എന്തായാലും തീരുമാനമാവട്ടെ, ടൈം ഉണ്ടിഞ്ഞു. പിന്നെ ഈ പടത്തിന്റെ കേരള ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് ശ്രീകോകുലം മൂവീസ് എല്ലാം നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും HM അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഈ പടത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ കേരളത്തിൽ എടുത്തിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഞാൻ ഈ പേര് കേൾക്കുന്നത്. മുന്നേ ഏതെങ്കിലും പടം എടുത്തിട്ടുണ്ടാകുന്നൊന്നും അറിയത്തില്ല. എന്തായാലും വരട്ടെ. പിന്നെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞിട്ടുള്ള മോഹൻലാലിന്റെ വരാൻ പോണ പടം സത്യനന്ദിക്കാട്ടാണ് പടം എടുക്കുന്നത്. എന്തായാലും ഈ പടത്തിന്റെ ടീച്ചർ ഇന്ന് 5 മണിക്ക് വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ടീച്ചറിന് വെയിറ്റിംഗ് ആണ്. പിന്നെ ജനനായകൻ എന്ന് പറഞ്ഞിട്ടുള്ള തലവ് ചെയ്യൽ പടത്തിന്റെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോ എടുത്തുള്ളതാണ് കേൾക്കുന്നത്. അത് 125 കോടിക്കാന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും ഗംഭീരമാവട്ടെ. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ നോക്കി അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.